Yay, we are live. Hi, everyone. I'm Anis Manju. I'm the person behind this page. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മോൺട്രിയാലിൽ 25 ഇയേഴ്സ് ആയിട്ട് എൻ്റെ മകളുടെയും ഹസ്ബൻഡിൻ്റെയും ഒപ്പം താമസിക്കുന്നത്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിംഗ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് മെൻറ്റർ കൂടിയാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞങ്ങളുടെ ബിസിനസ്സിൽ ഭയങ്കര ഷൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, so without further ado, let me introduce our amazing Jansi Chechi. I call her Jansi Chechi. So Jansi Chechi, can you just introduce yourself, please, to my audience? Thank you, Anis. Thank you so much for inviting me to this session and to your page especially. Thank you so much. And it is a real privilege and honor to be here, knowing you, because I don't know you personally before. To knowing you, it is a real privilege and honor. I'm really glad that I know you as a person now. Our business associate, and as Anis introduced me, I am Jansi. I'm a registered nurse by profession. I have 4 grown-up children and my husband. We migrated from United Kingdom to Australia. Past 18 years we have been here in Australia. So that's all about me, and I started this business. Actually, it's almost, I was counting yesterday and I didn't even know that it's almost 23 months I am in this business. I thought 17 months, 23 months, but 23 months I can't actually count it because I haven't done anything for 8-9 months. So I'm very successfully running this business, and yeah, that's all about me. Yeah, ചേച്ചി, ടൈം ഫ്ലൈസ് വെരി ഫാസ്റ്റ് ആൻഡ് വി ആർ ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ പുതിയത് പഠിക്കും, കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും. ഇതൊരു ഗ്ലോബൽ ബിസിനസ് ആണല്ലോ. ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു നമ്മൾ തമ്മിൽ നേരത്തെ അറിയില്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് വി നോ ഫോർ ലോങ്ങർ ടൈം, റൈറ്റ്? അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ബിസിനസ്സിൽ ആരും അറിയില്ല, ഓൺലൈനിൽ കൂടെ പരിചയപ്പെട്ടതാണ്. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലേ? എനിവേ, യാ, ഗോ ഹെഡ് ചേച്ചി. അല്ല, ഞാൻ പറയുമായിരുന്നു, നമ്മുടേത് ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഈവൻ ദോ വി ആർ എന്തുവാ, നമ്മള് ഫിസിക്കലി ഫാർ അവേ ആ, ബട്ട് വി ആർ സോ ക്ലോസ് ടു ഹാർട്ട്. ഇപ്പം അനീസ് പറഞ്ഞ പോലെ, അനീസിനെ എനിക്കറിയില്ല, ബട്ട് ദർ ഈസ് സം കണക്ഷൻ. It's very close to our heart. So we are so close knit. I always say, even though our community is, people are living far away, miles away, but we are very close to each other. That's the beauty in this business. Exactly, yeah. ചേച്ചി ഓസ്ട്രേലിയയിലും ഞാൻ കാനഡയിലുമാണ്. ഇറ്റ്സ് ലൈക്ക് 11 hours ഡിഫറൻസ് എന്തോ ഉണ്ട്. വി ആർ റിയലി ഫാർ ആൻഡ് വി കണക്റ്റഡ് ദാറ്റ് വെൽ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു മൈ പേജ്, ചേച്ചി. സോ ടുഡേ, ഇന്ന് എൻ്റെ ലൈവ് സീരീസിന്റെ പേര് സിപ്പ് ആൻഡ് ഷൈൻ സീരീസ് ആണ്. സോ വി ഹാവ് എ കപ്പ് ഓഫ് tea or whatever. So cheers, Chechi, for our growth and for our Cheers. Yeah. Cheers. Yeah. All right. So yeah, That's a nice name, Sip and Shine. Thank you. Yeah, so we can have healthy water, or to get energy we can have drinks, anything, so that's going to give us more energy for the life, right? Yes. All right, Chechi. So in the Chechi, എനിക്കറിയാം ചേച്ചി ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പൊ 28 months, right? 23 months, because 2023 August, I think, second week I started. Okay, ചേച്ചി. അപ്പൊ ചേച്ചി, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് അവർ ബിസിനസ് ആൻഡ് ഹൗ ഡു യു മാനേജ് യുവർ ടൈം ആസ് എ നേഴ്സ്? എനിക്കറിയാം ചേച്ചി ബിസിനസ്സിൽ വന്നു കഴിഞ്ഞുമ്പോൾ നമ്മൾ ഫുൾ ടൈം ജോലിക്കൊപ്പം ഈ ബിസിനസ്സും ഇതും രണ്ടും ഹാൻഡിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇറ്റ്സ് വെരി ഹാർഡ്. നമുക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് വേണോ അതിനൊക്കെ അല്ലേ? അപ്പൊ ചേച്ചിക്കൊന്ന് എൻ്റെ ഓഡിയൻസിനോട് ഇതാ നമ്മുടെ ബിസിനസ് എന്താണെന്നും ജസ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ആൻഡ് എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയൂ. തീർച്ചയായിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യന് വാട്ട് ഈസ് അവർ ബിസിനസ്? ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് വാട്ട് വി ആർ ഡൂയിങ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു 51 ഇയേഴ്സ് ഓൾഡ് ആയ ഒരു ജാപ്പനീസ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് അട്രാക്ഷൻ മാർക്കറ്റിംഗ്. അപ്പം നമ്മുടെ ആഡ് വഴി മറ്റു ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നു. സെയിം പേഴ്സൺ ലൈക്ക് മീ. എന്നെ പോലെ എൻ്റെ ടെക്സ്റ്റിമോണി കേട്ട് അല്ലെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് കേട്ട് മേ ബി ദേ ആർ ഗോയിങ് ത്രൂ സെയിം പ്രോസസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസാ. സോ ഐ അട്രാക്ട് പീപ്പിൾ ലൈക്ക് മീ. ഓർ ഇപ്പൊ റിട്ടയർമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്നവര്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ, അല്ലെങ്കിൽ കടം എന്തുവാ ഡെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ വി അട്രാക്ട് സെയിം പീപ്പിൾ ലൈക്ക് ആസ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന അട്രാക്ഷൻ മാർക്കറ്റിംഗ് ആണ്. സോ ഈ ഒരു കമ്പനിയുമായിട്ട് ഞങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ ഈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഒരുപാട് കുറവാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓട്ടോമേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു 10% എഫർട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇട്ടാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് ബിസി പ്രൊഫഷണൽസിന് ഈ ഒരു ബിസിനസ് ഒരുപാട് നല്ലതാണെന്ന്. ഞങ്ങള് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ആൾക്കാരോട് പറയാറുള്ളത്, ഞങ്ങളുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തവര് ഒരു 8 ഇയേഴ്സ് ആയി അവര് ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ അവര് ഈ ജാപ്പനീസ് കമ്പനിയുടെ അടുത്തുനിന്ന് അഡ്വർടൈസ്മെന്റ് പാർട്ട് മാത്രം അവര് കോൺട്രാക്ട് എടുത്തു എന്ന് വെച്ചോ. ഞാൻ എക്സാമ്പിൾ പറയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് മാത്രം ചെയ്യുന്നത്. സെയിൽസിന് അവർക്ക് പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷെ പ്രോഡക്റ്റ് എല്ലാം സെൽ ചെയ്യുന്നത് കമ്പനി ഡയറക്റ്റ് ആയിട്ടാണ് സെൽ ചെയ്യുന്നത്. പിന്നെ അവർക്ക് സെയിൽസിന് വേറെ ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒൺലി അഡ്വർടൈസ്മെന്റ്. വി അട്രാക്ട് പീപ്പിൾ. അങ്ങനെയുള്ള ഇപ്പൊ എന്നെ പോലെയുള്ള ഒരാളിനെ ഞാൻ അട്രാക്ട് ചെയ്യുമ്പം ദേ വാണ്ട് ടു സ്റ്റാർട്ട് അപ്പ് എ ബിസിനസ് വിത്ത് ലെസ് കോസ്റ്റ്. അങ്ങനെ അവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് യുനോ വി ആർ ആക്ച്വലി ഗിവിംഗ് ദം സർവീസ്. സോ ഒരാളുടെ ലൈഫ് ഇപ്പം കടത്തി കിടന്ന ഒരാളിന്റെ ലൈഫ് ഈ ബിസിനസ്സിൽ വന്ന് ഒരു ബെറ്റർ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരുക ചെയ്യുന്നത്. ഒരു ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഒരു സമയത്ത് എൻ്റെ ലൈഫിന് ഒരു മീനിങ്ങും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു മീനിങ്ങും ഇല്ല. ലൈഫ് എന്ന് പറയുന്ന എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് എന്ന് പറയുന്നത് കഷ്ടപ്പാടും കടമുള്ള ജീവിതവും കഷ്ടപ്പാടും സമാധാനം ഇല്ലാഴികയും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതമെന്നാണ് ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നുമല്ല. നമ്മള് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം നമ്മൾ അതിനകത്ത് ഒരു സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാകും. അങ്ങനെയാണ് ഞാനും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് അട്രാക്ഷൻ മാർക്കറ്റിംഗ്. നമ്മൾ ഈ എത്ര സെയിൽസ് വോളിയം കമ്പനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നോ അതിന്റെ അനുസരിച്ച് ആ കമ്പനി നമുക്ക് കമ്മീഷൻ തരുന്നു. അപ്പം ഈ കമ്പനിക്ക് പ്രോഡക്റ്റ് ഉണ്ട്. അത് മെഡിക്കലി ഗ്രേഡഡ് പ്രോഡക്റ്റ് ആണ്. അത് ഹൈ ടിക്കറ്റ് ഐറ്റംസ് ആയതും കൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല ഒരു കമ്മീഷൻ പ്ലാൻ ഉള്ളത്. അപ്പം അതാണ് ഞങ്ങളുടെയൊക്കെ സക്സസ്. അതാണ് നല്ല ഒരു കമ്മീഷൻ പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള നല്ല കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. പിന്നെ പ്രോഡക്റ്റ് ഒന്നും സെല് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ അടുത്തൊന്നും പോയി അവരെ ബഗ് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഈസ് നോ മന്ത്ലി ടാർഗറ്റ്. ദർ ഈസ് നോ ഷിപ്പിംഗ് ഓർ എനി ഓഫ് ദോസ് ലൈക്ക് ഇൻവെന്ററി എടുക്കുന്നതോ അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് സെല്ല് ചെയ്യുന്നോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല. അപ്പം ഒരു ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബിസിനസ്. അങ്ങനെയാണ് ഞാനും ഫുൾ ടൈം നഴ്സിംഗ് ചെയ്തതിന്റെ കൂട്ടത്തില്, അതായത് നമ്മൾ ഫുൾ ടൈം ചെയ്യുന്നതിനോടൊപ്പം ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നത് എന്നല്ലേ. നമുക്ക് എല്ലാവർക്കും ആൾക്കാർ പറയുമോ എനിക്ക് സമയമില്ല, ഇതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് ടൈം ഇല്ല എന്ന് പറയും.
പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും 24 അവേഴ്സ് ദൈവം തന്നിരിക്കുന്നത്. 26 അവേഴ്സ് അല്ല 25 അവേഴ്സ് നമുക്ക് ആർക്കും ഇല്ല. ആ 24 അവേഴ്സില് നമുക്ക് എത്രമാത്രം ടൈമുണ്ട്. നമ്മളിപ്പം 12 അവർ ഷിഫ്റ്റ് ചെയ്യുന്നവര് ഈവൻ ആ 12 അവർ ഷിഫ്റ്റ് കഴിഞ്ഞു വന്നിട്ടും ബാക്കി അവേഴ്സ് കിടപ്പില്ലയോ? 8 അവേഴ്സ് നമ്മൾ ഉറങ്ങിയെന്ന് പറഞ്ഞാലും സ്റ്റിൽ ദെയർ ഈസ് ടൈം അല്ലേ? യെസ്. അപ്പം നമുക്ക് മൂവി കാണാൻ ടൈമുണ്ട്, നമുക്ക് ഫേസ്ബുക്കിൽ പോകാൻ ടൈമുണ്ട്, കിടന്നുറങ്ങാൻ ടൈമുണ്ട്, എല്ലാത്തിനും നമുക്ക് ടൈമുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു 30 മിനിറ്റ്സ് അല്ലെ ഒരു 1 അവർ നമ്മൾ ഒരു ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ബിസിനസ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇത് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പൊ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നമുക്കിപ്പോ അവിടെ ഇവിടെ ആയിരിക്കും ഇച്ചിരി ടൈം കിട്ടുന്നത്. ഞാൻ മോർണിംഗിൽ എനിക്കിപ്പം മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ എല്ലാം റെഡി ആയി കഴിഞ്ഞ് ജസ്റ്റ് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ആ ഒരു നേരമായിരിക്കും ഞാൻ ഒരു ലൈവ് ചെയ്യുന്നത്. 2 മിനിറ്റ് പോലും വേണ്ട ലൈവ് ചെയ്യാന്. സോ ജസ്റ്റ് ബിഫോർ ഐ ഗോ ഔട്ട് ഓഫ് മൈ റൂം, ഐ ജസ്റ്റ് സേ ഗുഡ് മോർണിംഗ് ആൻഡ് ജസ്റ്റ് വിഷ് എവറി വൺ എ കാഷ്വൽ ടോക്ക്. 1 യെസ്. മിനിറ്റ് ഓർ 1.5 മിനിറ്റ്സ് ഓർ മേ ബി 2 മിനിറ്റ്സ്. അതിന് ഒത്തിരി നേരം വേണ്ട നമുക്ക്. അതെ, അതെ. പിന്നെ എനിക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ മോർണിംഗ് ബ്രേക്ക് വരും. മോർണിംഗ് ബ്രേക്ക് വരുമ്പോഴത്തേക്കിനും ഞാൻ സോഷ്യൽ മീഡിയ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റും. കാരണം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഞങ്ങൾ ഇടാറുള്ളത്. അപ്പം വി ഹാവ് ടു ബി ആക്റ്റീവ് ഇൻ ആർ സോഷ്യൽ മീഡിയ. അതെല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ലായിരുന്നു. വൺസ് ഇൻ എ വൈൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അല്ലാതെ ഞാൻ പക്ഷെ എല്ലാവരുടെയും പോസ്റ്റുകൾ കാണും, അതിന് കമന്റ് ഇടും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വരുമ്പം അങ്ങനെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ആ ഒരു ടൈം നമ്മുടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോഴത്തേക്കിനും അത് നമുക്ക് തന്നെ നല്ലതാ. നമുക്ക് ഒരുപാട് ഈ ബിസിനസ്സിൽ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്. ഒത്തിരി എന്നാ പറയേണ്ടത്, നമ്മൾ സോ മച്ച് മറ്റുള്ളവരുടെ ടെക്നിക്കലേ. പോസ്റ്റുകൾ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ നമ്മൾ കണ്ട് കമന്റ് ഇട്ട് വെറുതെ അത് നല്ല പോസ്റ്റുകളൊക്കെ ഒത്തിരി നല്ലതാണ്. നമ്മൾ കാണണം എന്നാ ഞാൻ പറയുന്നത്. കാണണം, കമന്റ് ഇടണം. അതിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി ലേൺ ചെയ്യാനുണ്ട്. പക്ഷെ അതെ, ചില പോസ്റ്റുകളൊക്കെ ഒന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടാനില്ല. ഒരു നല്ല കാര്യം പോലും അതിൽ നിന്ന് കിട്ടാനില്ല. ചില പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ, അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനമാണ്? ജസ്റ്റ് നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നല്ലാതെ അതിൽ നമുക്കൊന്നും കിട്ടത്തില്ല. അതെ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ആ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം. അതിന് എപ്പോഴും നമുക്ക് ടൈമുണ്ട്. മോർണിംഗ് ടീ ടൈമിൽ ഞാൻ ടീ റൂമിൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ഞാൻ ലൈവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന് ചെയ്യാറുണ്ട്. നമുക്ക് എപ്പോഴും ടൈമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബസ് ക്യാച്ച് ചെയ്താൽ പോകുന്നെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ടൈമിൽ ചെയ്യാറുണ്ട്. ട്രെയിൻ ക്യാച്ച് ചെയ്താൽ പോകുന്നെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ. നമുക്ക് എപ്പോഴും ടൈമുണ്ട്. ടൈം ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. There is a യെസ്. lot of time we have. Here and there കിട്ടുന്ന ഒരു ടൈം. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു അരമണിക്കൂർ നമ്മളെ ട്രെയിനിങ് സൈറ്റ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ്സ് അല്ലെ 1 അവർ വെക്കണം. ഇപ്പൊ എന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഓഫിന്റെ അന്ന് ഒരു 2 മണിക്കൂർ, ഓഫിന്റെ അന്ന് ഹോൾ ഡേ നമ്മളുണ്ടല്ലോ വീട്ടില്. അപ്പൊ ഒരു 2 മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസത്തെയും കൂടെ കൂട്ടി നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ ട്രെയിനിങ് സൈറ്റിൽ പോയി നമ്മൾ എനിവേ ഇതെല്ലാം പഠിച്ചെടുക്കണമല്ലോ. അതെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കണം. അതുകൊണ്ട് അതെ. നമ്മൾ ആ ട്രെയിനിങ് സൈറ്റിൽ പോകണം. ഇത് ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എവറിത്തിങ് ഇൻ എ ബോക്സ്. So you യെസ്. have got every single thing what you need to run a യെസ്. business. It is in a box. You got the യെസ്. training side, you got the tools, you got the support system, you got 1:1 mentor, 1:1 coach. Everything is there and a loving supportive community. അതാണ് എക്സാക്ട്ലി. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ആ യെസ്. ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. അമേസിങ്. ഒരാളും താഴെ വീണ് കിടക്കാനായിട്ട് സമ്മതിക്കത്തില്ല. എല്ലാരെയും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യും. ഒരാളുടെ സക്സസ് ഒരു വെരി ബിഗ് സെലിബ്രേഷൻ ആണ് ശരിക്കും പറയാം നമ്മുടെ എക്സാക്ട്ലി. ആ ഒരു ഗ്രൂപ്പില്. അപ്പൊ യാ. എല്ലാരും അങ്ങനെ സക്സസ്ഫുൾ ആകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു.
ഇല്ല ചേച്ചി പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്നാലും ചേച്ചി പറഞ്ഞതിൽ ഞാനും ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. കാരണം നമ്മൾക്ക് കിട്ടുന്ന ഈ കമ്മ്യൂണിറ്റി, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, എത്ര എത്ര നല്ല സന്തോഷമാണെന്നറിയോ. എല്ലാവരും പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും അവരുടെ ഓരോ സക്സസും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും, അവരെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് വെരി ഗുഡ് തിങ്. പിന്നെ ചേച്ചി പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ കുറെ ടെക്നോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി നമ്മൾ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് വഴിയായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് മാത്രമല്ല, നമ്മൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം മാത്രമല്ല, നമ്മൾ ഒരു ലേൺ ആൻഡ് ഗ്രോ ഫീലിംഗ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ലൈഫ് എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വരെ ചിലപ്പോൾ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഇറ്റ്സ് അമേസിങ് ലൈക്ക് യു സെഡ് ചേച്ചി. ഓക്കെ, താങ്ക് യു. സോ നമുക്കപ്പോ ചേച്ചി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ചേച്ചി, വാട്ട് സ്ട്രാറ്റജീസ് ഡു യു യൂസ് ടു അട്രാക്ട് പീപ്പിൾ ഇൻ അവർ ബിസിനസ്? ചേച്ചി കുറച്ച് അതിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നിലധികം പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇത്രയും കൂടെ ഒന്ന് ചേച്ചി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നോ പ്രോബ്ലം. സോ ഏത് സ്ട്രാറ്റജി ആണെന്ന് ചോദിച്ചാല്, ബിക്കോസ് എന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോറിയാ. That's my story. I share my story, how I came into business, how was my life before this business and how is my life right now. അത് ആൾക്കാർക്ക് ഇപ്പൊ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കറിയാം. അപ്പം നമ്മുടേത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. നമുക്ക് 7 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, ഗൂഗിൾ, പിൻട്രസ്റ്റ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, അങ്ങനെ 7 പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഞങ്ങള് അഡ്വർടൈസ്മെന്റ് ഇടും. അത് ഞങ്ങളുടെ പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇടുന്നത്. കാരണം അഡ്വർടൈസ്മെന്റ് ഇടുമ്പോഴത്തേക്കിന് യു ആർ അട്രാക്ടിങ് എ ഗ്ലോബൽ പീപ്പിളിനെയാണ് നമ്മൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ഇപ്പം ഗ്ലോബലി ഉള്ള ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യുമ്പം ദേ ഡോണ്ട് നോ മീ. അപ്പൊ എന്നെ അറിയാൻ മേലാത്ത ഒരാളിന് എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് അല്ലേ? ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അവർക്ക് അറിയത്തില്ല. whether she's a scammer or whether she's a real person or maybe she's someone acting like somebody, ഒന്നും അറിയത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കി ഇടണമെന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് ആക്കി ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ കാണണം. വി ഹാവ് ടു ബി പ്രസന്റ് ഇൻ അവർ ഫേസ്ബുക്ക് വിത്ത് അവർ പോസ്റ്റ് ഓർ ലൈവ് ഓർ റീൽസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ആൾക്കാർ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കുമ്പം ദേ നോ ഹൂ വി ആർ. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മളെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഹൂ വി ആർ. ഇപ്പം എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പേജ് പറയുവാണെങ്കിൽ, വെൻ പീപ്പിൾ ഗോ ടു മൈ ഫേസ്ബുക്ക് പേജ്, ദേ നോ ഐ എം എ nurse, they know I have a family, they know I have 4 grown-up children, they know I'm a Christian, they will know that I'm a unionist, I'm a union representative, I'm a leader, I do online business, I mentor people, I teach them. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഞാനൊരു മൈഗ്രന്റ് ആണ്, ഞാൻ കേരളത്തിൽ നിന്നാണ്, അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ നമ്മുടെ ആ ഫേസ്ബുക്കിൽ പോകുമ്പം തന്നെ അവർക്ക് മനസ്സിലാകും. So people who don't know me, they actually go to our Facebook page and they watch us, they observe us. അങ്ങനെയാണ് അവര് നമ്മളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഈ ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ട്രസ്റ്റ്. ഇപ്പം ഈ വരുന്ന ആളിന് നമ്മളിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. They have to trust us, they have to trust the system. ഞാൻ ഇതിൽ വന്നത്, ഞാൻ UK-യിലുള്ള ഒരാളിന്റെ ആഡ്, എനിക്ക് ആ ആളിനെ അറിയത്തില്ല. പക്ഷെങ്കിൽ ആ ആളിന്റെ ആ ഒരു ടെസ്റ്റിമണി കേട്ടപ്പം എനിക്ക് മനസ്സിലായി, ഷീസ് എ ജെന്യൂൻ പേഴ്സൺ, ഷീസ് നോട്ട് എ സ്കാമർ ആൻഡ് ദിസ് ബിസിനസ് ഈസ് നോട്ട് എ സ്കാം. സോ നമ്മളിപ്പോ എന്റെ സ്റ്റോറി ഞാൻ പറയുവാണെങ്കിൽ, ഞാനിപ്പം പറയും, എനിക്ക് നേരത്തെ കുറേ കടമുണ്ടായിരുന്നു.
അപ്പം കടമെന്ന് പറഞ്ഞാൽ റിയലി ഐ വാസ് ഡ്രൗണിങ് ഇൻ ഡെറ്റ്. എനിക്ക് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്ക് യാതൊരു വഴിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്ര നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്താലും ഏജൻസി ചെയ്താലും ഡബിൾ ഷിഫ്റ്റ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് ചിലപ്പോൾ ഒരു $500 നമുക്ക് ഒരു മന്ത് അങ്ങനെ ചെയ്ത് എക്സ്ട്രാ കിട്ടിയാലും ഒന്നുമില്ല. നമ്മൾ ആ കടമെല്ലാം കാർഡുകളും പേയ്മെന്റുകളും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ്. സോ ഞാൻ ഒത്തിരി സങ്കടത്തോടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് കടലിൽ കൊണ്ട കായം കലക്കുന്ന പോലെയാണല്ലോ. ഈ പബ്ലിക് ഹോളിഡേ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഒരു പബ്ലിക് ഹോളിഡേ പോലും ഞാൻ ഓഫ് എടുക്കത്തില്ല. ബിക്കോസ് അത് ഭയങ്കര 150% ആണ് ഞങ്ങൾക്ക് പബ്ലിക് ഹോളിഡേക്കൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം ഞാൻ ഓർക്കും 6000+ ആണ് എനിക്ക് ഫോർട്ട്നൈറ്റ്ലി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അത്ര 6000+ നമുക്ക് ഫോർട്ട്നൈറ്റ്ലി കിട്ടിയാലും നമുക്കൊന്നുമില്ല. അപ്പൊ ഞാൻ സങ്കടത്തോടെ ഓർക്കാറുണ്ട്, ഇത് കടലിൽ കൊണ്ട കായം കലക്കുന്ന പോലെ ആണല്ലോ. എത്ര ചെയ്തിട്ടും. സോ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഒരു ചാക്ക് മുഴുവനും ഇങ്ങനെ കൊടഞ്ഞ് പൈസ ഇട്ടാലും എനിക്ക് അത് ഒരിക്കലും എന്റെ കടം വീട്ടാൻ പോലും തികയത്തില്ലെന്ന്. Oh my God, that's a nice example, ചേച്ചി. Go ahead. അങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെയാണ് ഞാൻ പോയത്. കാരണം ഇതിന്ന് രക്ഷപ്പെടാനായിട്ട് വേറെ ഒരു മാർഗവും ഇല്ല. അപ്പം എന്നെപ്പോലെ ഇപ്പൊ എന്റെ സ്റ്റോറി കേൾക്കുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യും. മേ ബി എന്നെപ്പോലെ പോകുന്ന എത്രയോ പേര് കാണും. ഈ Of ക്രെഡിറ്റ് course. കാർഡും പേഴ്സണൽ ലോണും ഇല്ലാത്ത വളരെ ചുരുക്കം വരെ കാണത്തുള്ളൂ. ഒരു 5% ആൾക്കാരെ കാണത്തുള്ളൂ Correct. ഇത് രണ്ടും ആശ്രയിക്കാത്തവര്. അതെ. ബാക്കി എല്ലാരും ഇത് ആശ്രയിച്ച് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോ ഒന്ന് നാട്ടിൽ പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു എന്തേലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ഇതിനൊക്കെ പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് എടുക്കാനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ എടുക്കുന്ന എന്തുവാ, നമ്മൾ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ Correct. അങ്ങനെ ആ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, അങ്ങനെ ഒരു ജീവിതം വേണമെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ടെസ്റ്റിമോണി പറയും, ഇതുപോലെയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു, പക്ഷേ ആ ലൈഫ് മാറി ഇന്ന് ഞാൻ കടമില്ലാത്തവളായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയത് ഈ ഒരു ബിസിനസ്സും കൊണ്ടാണ്. ഇതെന്റെ ലൈഫ് ലൈൻ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ പറയത്തില്ല ഇങ്ങനെ, ഈ എന്നാ ചാകാൻ പോകുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ്. ആ കച്ചിത്തുരുമ്പ്. ചാകാൻ പോകുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി ഔത്തെ പിടിച്ചു കയറാനാണെങ്കിലും അവര് ആ, ആ, നോക്കും ആ, എന്ന് ആ. പറഞ്ഞ പോലെ ഇതെന്റെ കച്ചിത്തുരുമ്പായിരുന്നു ഈ ഒരു ബിസിനസ്. ഇതിൽ അതെ. ഞാൻ മുറുക്ക പിടിച്ചു. എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ വഴിയായിരുന്നു, എനിക്ക് ഈ കടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണം, എനിക്കിനി റിട്ടയർ ആകാനായിട്ട് ഇനിയും കുറച്ച് ഒരു 5 വർഷം മാക്സിമം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് റിട്ടയർ ആകുമ്പോഴത്തേക്കിനും ഈ കടമായിട്ട് എനിക്ക് റിട്ടയർ ആയിട്ട് എന്നതാണ് എൻ്റെ ലൈഫ്, ഞാനത് എന്നാ ചെയ്യും, എനിക്ക് വീട്ടാൻ യാതൊരു നിവൃത്തിയില്ല, എനിക്ക് എൻ്റെ പിള്ളേരോടും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് വേറെ യാതൊരു വഴിയും ഇല്ലാതെ വന്ന് ഇതായിരുന്നു എൻ്റെ ലൈഫിൽ, ഞാൻ മുറുകെ പിടിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതെ. അപ്പൊ വെരി എന്റെ ഗുഡ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോറി, ഐ ഗേവ് മൈ ടെസ്റ്റിമോണി ആൻഡ് ദാറ്റ് ടു ഇൻ ഫേസ്ബുക്ക്. ഐ ടെൽ ഇൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് എവറി ഡേ ഞാൻ കൺസിസ്റ്റന്റ്ലി ഐ കം അതെ. ടു ദ ഫേസ്ബുക്ക് 2, 3 or 4 times I post, I put reels, I put videos, so that people whoever watching they will know who I am and it attracts people. യെസ്. യാ. താങ്ക് യു ചേച്ചി. എന്തായാലും ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചേച്ചി കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. നമ്മൾ എല്ലാവർക്കും നമ്മൾക്ക് വേറൊരു ഇതുമില്ല. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കുറേ ടെസ്റ്റിമോണി നമ്മൾ എല്ലാ വീക്കിലും കേൾക്കുന്നതാണ്. 6 ജേർണി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്ന അവരൊക്കെ പറയുന്ന ഓരോ സ്റ്റോറികൾ, അവരുടെ കച്ചിത്തുരുമ്പായിരുന്നു ഈ ഒരു ബിസിനസ്. അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എങ്ങും രക്ഷപ്പെടാനല്ലാതെ എല്ലാവരും ഫുൾ ടൈം ജോലി ചെയ്തിട്ടും ഇപ്പോഴത്തെ ലൈഫിൽ ഇസ് സോ മച്ച് ഡെറ്റ്. അത് കുറേ ഉണ്ട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് ചെയ്യണോ, സൈഡായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഫാമിലി ആയിട്ടാണെങ്കിലും ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടേത്, അല്ലേ?
എനിവേ താങ്ക് യു അതെ. ചേച്ചി. ചേച്ചി എക്സ്പ്ലെയിൻഡ് വെരി വെൽ. ഓക്കെ. പിന്നെ ഞാനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ചേച്ചി. സോ what mindset shift or habit changed everything for you? എനിക്കറിയാം ചേച്ചി here and there explained everything, but even though just to clear out this question. I know mindset is Yeah. everything. നമ്മുടെ ബിസിനസ്സിന് 80% is mindset. We have to use only അതെ, അതെ. 20%, right? അപ്പൊ എനിക്കും അത് ആദ്യം നമ്മൾ കറക്റ്റാ. ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ആ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യാൻ സം പീപ്പിൾ ടേക്ക് ലോങ്ങർ, സം പീപ്പിൾ ടേക്ക് ഷോർട്ടർ. ആ ഒരു ഇത് ഭയങ്കര ഒരു കാര്യമാണ്. എന്നിട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ റെഗുലർ ലൈഫായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുപോകും. അത് it is hard, but I know Chechi did it very well, so Chechi can explain. അതെ. അനീസ് പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ എല്ലാത്തിന്റെ സക്സസിന്റെ ഒരു മെയിൻ പാർട്ടാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കിനും എന്റെ മൈൻഡില് ഒന്നും പോസിറ്റീവ് ഇല്ല, എല്ലാം നെഗറ്റീവ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ പറയുന്നതും നെഗറ്റീവ് ആയിരുന്നു. ദോ ഐ എം എ വെരി സ്ട്രോങ് ബിലീവർ. നമുക്ക് ബിലീവ് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും, പക്ഷേ പറയുന്നത് വിശ്വാസത്തോടെ പറഞ്ഞാലും ദ നെക്സ്റ്റ് മിനിറ്റ് ഇറ്റ് കംസ് നെഗറ്റീവ്. ഓ, Yes. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കെന്തും ഇങ്ങനെയാണല്ലോ. നമുക്ക് അത് പറയാനും നമുക്ക് കാരണം എന്നാന്ന് വെച്ചാൽ യു കനോട്ട് സീ എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. നമ്മുടെ Yes. കണ്ണിമുന്നേ ഉള്ളത് ഒന്നും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഇപ്പം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനാണെങ്കിൽ എന്റെ കണ്ണിമുന്നില് ഞാൻ ഒന്നും കാണുന്നില്ല. സോ ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഒന്നും എനിക്ക് കാണാനില്ല, ഒന്നും കാണാനില്ല, ഞാനിങ്ങനെയാ വിശ്വസിക്കുന്നത്. എന്റെ ലൈഫ് എന്നും ഇങ്ങനെയായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് അല്ലെ ഒരു നെഗറ്റീവ് തിങ്കിങ് അത് ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. ആം, പക്ഷേ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യുകെയിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഞങ്ങൾ ബാങ്ക്രപ്റ്റ് ആയ ഒരു ബിസിനസ്സാണ്. ഞങ്ങൾ ഒരു 4 വർഷം നന്നായിട്ട് റൺ ചെയ്തു. അത് കഴിഞ്ഞ് അത് ബാങ്ക്രപ്റ്റ് ആയി. ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ടായി. ഒരു 42,000 പൗണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ആ ബിസിനസ് തുടങ്ങിയത്. അപ്പം ഒരു ഭാരിച്ച കടം ഞങ്ങളുടെ തലയിലായി. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ആ കടമെല്ലാം വീട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഓൾറെഡി യു ഹാവ് ഗോട്ട് എ ബിസിനസ് ഫെയിലിയർ ഇൻ യുവർ ഹെഡ്. നമ്മുടെ നമ്മുടെ എക്സ്പീരിയൻസ് അതാണ്, ബിസിനസ്സിൽ ഫെയിലായി. ഇനി ഒരു ബിസിനസ്സിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ അതൊരു നൈറ്റ് മെയർ തന്നെയാണ്. ഒരിക്കലും ഞാനൊരു ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് ബിസിനസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഹസ്ബൻഡ് ആയിരുന്നു UK വെച്ച് ബിസിനസ് തുടങ്ങിയത്. അപ്പം എന്റെ ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ എന്റെ പാസ്റ്റ് എന്തുവാ ഫെയിലിയറാ. ബിസിനസ്സിൽ തോറ്റ് തുന്നം പാടിയ ഒരാളുടെ വൈഫാണ് ഞാന്. ആ എന്തുവാ അതിന്റെ ഒരു ആഫ്റ്റർ മാത്ത് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇറ്റ് അഫക്ട്സ് ദ ഹോൾ ഫാമിലി. എനിക്കത് ഓർക്കാൻ പോലും മേല. ഈവൻ ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ലാന്ന് വരെ ഞങ്ങൾ ചിന്തിച്ച സമയങ്ങളാ. ഇനിയും ബിലീവർ ആണെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസം ഇതുപോലെയുള്ള സമയങ്ങളിൽ ഭയങ്കരമായിട്ടും ടെസ്റ്റ് ചെയ്യും. ഇനി മുന്നോട്ട് ജീവിക്കണ്ട, ഇനി മരിച്ചേക്കാം, അങ്ങനെ വരെ ചിന്തിച്ച് സത്യം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ കാർഡിയോളജി വാർഡിലായിരുന്നു ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് UK വെച്ച്. അപ്പോൾ ഇങ്ങനെ കടവായി ഡ്യൂട്ടിക്ക് പോകണമല്ലോ, ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഡ്യൂട്ടിക്ക് പോകുമ്പം വേറെ നല്ല ചിരിക്കുന്ന ഒരു മുഖത്തോടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. കാർഡിയോളജി വാർഡില് ഡ്രഗ് കബേർഡ് തുറക്കുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ ഇരുന്ന് എത്ര പ്രാവശ്യം ഞാൻ ഓർത്തെന്നറിയാവോ, ഇതിനകത്ത് ഇവിടുന്ന് ഞാൻ പൊട്ടാസ്യം ക്ലോറൈഡും ഡിജോക്സിൻ ഇഞ്ചക്ഷനും എടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ 4 പിള്ളേർക്കും ഞാൻ കുത്തിവെക്കും, എൻ്റെ ഹസ്ബൻഡും കൊടുക്കും, ഞാനും ചാകും. കാരണം എൻ്റെ ഒരേ ഒരു ചിന്ത അത് മാത്രമുള്ളായിരുന്നു. കുറെ കാലങ്ങൾ ഞാൻ ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നു. ഞാനിത് പറയണമെന്ന് വിചാരിച്ചില്ല. ഇത് ഒത്തിരി പേർക്ക് അറിയത്തില്ല ഈ ഒരു സ്റ്റോറി. അപ്പം ചേച്ചി. അങ്ങനെ, കാരണം നമ്മുടെ മുന്നേ വേറെ ഒന്നും ഇല്ല. നമുക്ക് പിന്നെ ജീവിച്ചിട്ടും ഒരു കാര്യവും ഇല്ല, നത്തിങ്. അങ്ങനെ ഇരുന്ന് ഞാൻ പല പ്രാവശ്യം അങ്ങനെ ചിന്തിച്ചു. ഞാൻ കബേർഡ് തുറക്കുമ്പോഴത്തേക്കിനും എന്റെ കണ്ണ് നേരെ പോന്ന അങ്ങോട്ടാ. അത് എടുക്കണം, എന്റെ യൂണിഫോമിന്റെ പോക്കറ്റിൽ ഇടണം. ഇതാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അപ്പം ഓരോ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും സ്നാനപ്പെടുത്തിയ ഒരു പാസ്റ്റർ ഉണ്ട്, ഞങ്ങളുടെ വീടിനടുത്താ താമസിക്കുന്നത്.
അവരൊപ്പം വീട്ടിൽ വരും, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ആ പാസ്റ്ററിന് സംതിങ് ഞങ്ങളുടെ വീട്ടിൽ അവർക്കറിയാം, ഞങ്ങളുടെ ബിസിനസ് പോയ കാര്യമൊക്കെ അറിയാം. വെരി ഓഫ്റ്റൺ അവർ ഞങ്ങളുടെ വീട്ടിൽ വരും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പാസ്റ്ററിന്റെ വൈഫ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് വാർഡിലാണ്, പക്ഷെ സെയിം ഹോസ്പിറ്റല്. അങ്ങനെ പ്രാർത്ഥിക്കും. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ശരിക്കും അന്നൊക്കെ ജീവിക്കാനുള്ള ആ ഒരു എന്നാ പറയണ്ടേ, ജീവൻ നിലനിർത്തിയത് അനേകരുടെ പ്രാർത്ഥനയും കൊണ്ടാണ്, അല്ലാതെ എന്റെ പ്രാർത്ഥനയും കൊണ്ടല്ല. ഇവരൊക്കെ പ്രാർത്ഥിക്കുമ്പം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ അറിയാൻ മേലാത്ത പാസ്റ്റേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടില് മരണം ചിറകടിച്ച് പറക്കുകയാണെന്ന്. കാരണം അതുപോലത്തെ ഒരു ആ വീട്ടിൽ വരുന്നവർക്ക് അത് ഫീൽ ചെയ്യാം. ആ ഒരു നെഗറ്റീവ് എനർജി ആ വീടിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ആ വരുന്ന ദൈവദാസന്മാർക്ക് റിയലി ഫീൽ ചെയ്യായിരുന്നു. അവരൊന്നും അറിയാതെയാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെ പോയി. പിന്നെ ഈ ഒരു ജീവിതം ഇല്ല എന്ന് വിചാരിച്ച, അപ്പൊ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. ഞാനും എൻ്റെ 4 പിള്ളേരും ഹസ്ബൻഡും, ഞങ്ങൾ 6 പേര് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്, വേറെ ഒരുത്തരും ഇല്ല. അങ്ങനെ ഇരുന്ന് ഈവൻ ഞാൻ എൻ്റെ ഇളയ പിള്ളേരെ, കാരണം ഞാൻ ഓർക്ക ഇളയ പിള്ളേർ കുഞ്ഞു പിള്ളേരായിരുന്നു, അപ്പൊ അവർക്ക് പാലൊക്കെ വാങ്ങിക്കണം, കൊച്ചു പിള്ളേരുടെ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്, നമുക്ക് പൈസ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു പിള്ളേരില്ലാത്ത ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ഇളയ ജിമ്മിനെയും ജോയെയും നമുക്ക് ഈ ഫാമിലിക്ക് നമുക്ക് കൊടുക്കാം, അവരെ പൊന്നുപോലെ വളർത്തിക്കോളും, അവര് നമ്മുടെ അടുത്താണല്ലോ, വി ക്യാൻ ഗോ ആൻഡ് സീ ദം. എനിക്ക് പിള്ളേരിങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന ഇഷ്ടമില്ല, അവർക്ക് പിള്ളേരില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിള്ളേർക്ക് വേണ്ടി, നമുക്ക് ജിമ്മിനെയും ജോയെയും നമുക്ക് അവർക്ക് കൊടുക്കാം. ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് അങ്ങ് എന്നാ പറയണ്ടേ, ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്ത് എൻ്റെ നേരെ. കാരണം ഇറ്റ് ആക്ച്വലി ഹിറ്റ് ഹിം. I think that is the word actually hit him so hard. And he said, Chechi, if I'm there, I want to give you a hug. Sorry to interrupt you. I want to give you a hug and make you feel comfortable, Chechi. I know, Chechi, it's really hard. I don't know how you go through all this. അങ്ങനത്തെ ഒരു ഫെയിലിയർ ലൈഫിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് സീറോ അല്ല, മൈനസിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഈ നമുക്ക് കിട്ടിയത്, ആ ഒരു നമ്മുടെ ആ മൈൻഡ്, ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, യു സീ ദ പോസിറ്റീവ് സൈഡ്, ഡോണ്ട് ടോക്ക് അബൌട്ട് ദ നെഗറ്റീവ്. പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലെ നമ്മൾ പറയും. ഞാനിപ്പോ അത് റിമെമ്പർ ചെയ്യും, ഇങ്ങനെ ഓരോന്നും വരുമ്പോ യു കനോട്ട് ഫോർഗെറ്റ് ദാറ്റ്, ബട്ട് യു ആർ നോട്ട് ക്യാരിയിങ് എവറി ഡേ വാട്ട് ഹാപ്പൻ ടു യു അല്ലെ. നമ്മള് വി സ്റ്റിൽ റിമെമ്പർ, ബിക്കോസ് അത് റിമൈൻഡ്സ് മീ ടു താങ്ക് ഗോഡ് ഹൗ ഫാർ ഗോഡ് ബ്രോട്ട് യു അല്ലെ. നമുക്ക് അതുപോലെ ഒരു അവസ്ഥയെ കൂടെ അതുപോലെ ഒരു അവസ്ഥയെ കൂടെ പോകുമ്പോഴല്ലേ നമുക്ക് ഇപ്പം ദൈവം തന്ന ഈ ഒരു ലൈഫിനെ കുറിച്ച് നമ്മൾ എന്നും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കും. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമുക്ക് ദൈവം തരുന്ന എത്ര പ്രഷ്യസ് ആണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തുമാത്രം പ്ലാൻ ഉണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ ആ ഫെയിലിയറിലോട്ട് നോക്കരുത്. പോസിറ്റീവ്, ഒരാൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. ദർ ഈസ് നത്തിങ് ഇമ്പോസിബിൾ. ഇത് ഇപ്പൊ ഒരാള് 4th മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്തെങ്കിൽ വി ആർ ഓൾസോ സെയിം ലൈക്ക് ദം അല്ലെ. അപ്പം നമ്മള് ചെയ്യാനുള്ളത് ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഈസ് ഇമ്പോസിബിൾ, ഗോഡ് വിൽ ഡു ദ ഇമ്പോസിബിൾ തിങ്. സോ think positively, talk positive, and you visualize the positive thing. നമ്മൾ അത് കാണണം. We have to see with our own eyes the positive things is happening. അങ്ങനെ കാണുമ്പോഴത്തേക്കിനും you visualize and you believe.
നമ്മൾ ബൈബിളിൽ പറയത്തില്ലേ, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണെന്ന്. നമ്മള് അതെ. ഈവൻ ദോ വി കനോട്ട് സീ വിത്ത് ആർ eyes, Our own eyes, but we yeah. have to see from our spiritual eyes. Yes, Exactly. I am going to get this, I'm going to be there. നമ്മൾ Yes. അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഡ്രീം ചെയ്ത് you We're imagine gonna that be you rich. are receiving and thank God for you are going to receive the blessing. Yes. അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് അതായിരുന്നു. Exactly. ചേച്ചി ശരിക്കും ചേച്ചി it comes from your heart and I can see that ആ ചേച്ചി എത്ര പവർഫുൾ ആയിട്ടാണ് ചേച്ചിയുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയത്. അത്രയും ഡീപ്പ് ഡൗണിൽ നിന്ന് ചേച്ചി അത്രയും ഇപ്പൊ ചേച്ചി യുവർ മൈൻഡ് സെറ്റ് ഈസ് സൂപ്പർബ് ആൻഡ് യു ബ്രിങ് യുവർ മൈൻഡ് ദാറ്റ് ഹൈ. അത് ചേച്ചി പറയുമ്പോൾ എന്റെ കാണുന്ന എന്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ഡീപ്പിൽ നിന്നാണ് ചേച്ചി വന്നേക്കുന്നതെന്നും. അത് തന്നെ ചേച്ചീനെ ഓവർകം ചെയ്യാൻ ചേച്ചിനെ സഹായിച്ച ഫെയ്ത്ത് ഓവർ ഫിയർ ആണ്, ദൈവവിശ്വാസം. ആ വിശ്വാസം നമുക്ക് എന്തിനോടൊരു വിശ്വാസം വേണം. നമ്മളിപ്പോ കാണുമ്പോഴും പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഈ ബിസിനസ്സിൽ വരുമ്പോഴും പറയുന്നവരുണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇസ് ദിസ് ട്രൂ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ ഈ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോൾ ആണ്, ഇതിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത്രയും ചേച്ചിയുടെ ഈ ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഡീപ്പിൽ ചേച്ചി പോയിട്ട് അവിടെ നിന്ന് ചേച്ചി ഫീനിക്സ് പക്ഷിനെ പാതിരി ഉയർത്തെഴുന്നേറ്റ് വന്ന ചേച്ചിയാണ്. സോ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദീസ് ടു മൈ ഓഡിയൻസ്. ഓക്കെ, സോ നമുക്കപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചേച്ചി, വാട്ട്സ് എ വൺ പവർഫുൾ piece of advice you would give to someone who feels stuck, scared or unsure about taking the first step? എനിക്കറിയാം എല്ലാവരും പലരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. കുറെ പേരൊക്കെ ഇങ്ങനെ കുറെ നാള് ഫെൻസിറ്റേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് സ്ലോലി വരുന്നതാണ്. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുള്ള ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണോ, ഫേക്ക് ആണോ, സ്കാം ആണോ? എല്ലാവരും ഇപ്പൊ കുറെ പേർക്കൊക്കെ അറിയാം നമ്മളെ പാതിരി കുറെ അധികം ആൾക്കാർ ഓൺലൈനിൽ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, മലയാളികൾ കാണുമ്പോൾ മലയാളികളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ പുറത്തു നിന്നുള്ള മറ്റൊരു ലോകം, ഐ മീൻ ഇറ്റ്സ് എ ഗ്ലോബൽ ബിസിനസ്, ലോകത്തിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്ന്, നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പൊ ഇത് ചേച്ചിയുടെ ഒരു വേർഡിങ്ങിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്ത് അഡ്വൈസ് ആണ് എന്റെ ഓഡിയൻസിന് ചേച്ചിക്ക് നൽകാൻ പറ്റുന്നത്? ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം യെസ്, ഈ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ പേടിച്ച് ഇത് ശരിയാണോ, അൺഷുവർ, നമുക്കറിയത്തില്ല ഇത് കറക്റ്റായിട്ടുള്ളതാണോ ഇത് ഫേക്ക് ആണോ ഒന്നും നമുക്കറിയത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതുപോലെ 5 വർഷം ഞാൻ പുറത്തുനിന്ന് നോക്കി എല്ലാം ഇവരുടെ ഓരോ ചലനവും നോക്കി കണ്ട് ഏതെല്ലാം രീതിയിൽ ഇത് റിസർച്ച് ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ 6ാമത്തെ വർഷമാണ് കയറുന്നത്. പിന്നെ എനിക്ക് ഒന്നും, അതുകൊണ്ട് തന്നെ 6ാമത്തെ വർഷം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു സംശയവും ഇല്ല പിന്നെ. ബിക്കോസ് എൻ്റെ ഡൗട്ട് മുഴുവനും ഞാൻ ക്ലിയർ ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ബിലീവറാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്കാമിൽ പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പോലും അത് നാണക്കേടാ, നമ്മുടെ ഫാമിലിക്ക് നാണക്കേടാ. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പോകത്തില്ല. ഞാൻ അതുകൊണ്ട് എനിക്കിത് മേക്ക് ഷുവർ ആക്കണമായിരുന്നു. ഇപ്പൊ ഞാൻ ഓർത്തത് സ്കാമിന്റെ അകത്തൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് തല ഊരി വരാൻ പാടാന്ന് നമ്മൾ എല്ലാരും പറയുന്നത് അങ്ങനെയാ. അപ്പൊ അതും കൊണ്ട് എനിക്ക് മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെ 5 വർഷം, നീണ്ട 5 വർഷം എടുത്ത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കയറി. അതുകൊണ്ട് തന്നെ എനിക്ക് 300% അല്ല 1000 ടൈംസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം, ഇത് സ്കാം അല്ല, ഇതൊരു റിയൽ ബിസിനസ് ആണ്. നമ്മുടെ ലൈഫ് ഇത് ബിൽഡ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് ഇതിന് ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക. ഞാൻ 5 വർഷം ചെയ്തു, അത്രയ്ക്കും ഡൗട്ടായിരുന്നു എനിക്ക്. അപ്പൊ 5 വർഷം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള ബിസിനസ്സാണ്. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആകെ ചെയ്യുന്ന എന്തോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചെടുക്കുക ചെയ്യുന്നത്.
അത് പഠിച്ചെടുക്കാൻ നമുക്ക് വേറെ എന്തെല്ലാം ഹയർ ലെവലിലുള്ള നഴ്സിംഗ്, മെഡിസിൻ, IT, എഞ്ചിനീയറിംഗ് ഇതെല്ലാം നമുക്ക് പഠിച്ച് പാസ്സായി നല്ല മാർക്കോടെ പാസ്സായി അക്കൗണ്ടിങ് എല്ലാം പാസ്സായി നമുക്ക് എടുക്കാമെങ്കിൽ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് എന്നാ പറയേണ്ടത്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുത്ത് നമ്മൾ പഠിപ്പിക്കുക, അവരെങ്ങനെ ആ 2ാം ക്ലാസ് പാസ്സാകുന്നു അതുപോലെ ഉള്ളൂ ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമ്മളൊക്കെ പഠിച്ച ആ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വട്ടെവർ ഇറ്റ് ഈസ് അത് വെച്ച് നോക്കിയാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത്രയുമേ ഉള്ളൂ, അത്ര ഈസിയാണ്. ഇപ്പം 2ാം ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞിന് പാസ്സാകണമെങ്കിൽ അത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അത് നമ്മൾ പഠിച്ചെടുക്കാൻ വില്ലിങ് ആകണം. നിങ്ങൾ ഇത് പഠിക്കാൻ വില്ലിങ് ആണോ, നിങ്ങൾ കോച്ചബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് നല്ല ഒരു മനസ്സും നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ സക്സസ്ഫുൾ ആകും. നമുക്ക് വേണ്ടത് അതാണ്. യു ഹാവ് ടു ബി കോച്ചബിൾ. നമ്മൾ ഇതിനു വേണ്ടി എസ്പെഷ്യലി ആ ബിഗിനിങ് ടൈമിൽ നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു സ്പെൻഡ് ടൈം. നമ്മൾ ആ ടൈം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു 1 month നമ്മൾ ഇതിനു വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ടൈം ഇത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹിയർ ആൻഡ് ദെയർ യു ഗെറ്റ് 30 minutes or 20 minutes, യു ക്യാൻ യൂസ് ദോസ് ടൈംസ് ഫോർ അവർ ബിസിനസ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു റിയൽ ബിസിനസ് ആണ്. ഇത് നിങ്ങൾ എന്നാ പറയണ്ടത്, ഇതൊരു ലൈഫ് ചേഞ്ചിങ് ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പം എന്നെ ഇത്രയും കഷ്ടതയെന്ന് എന്നെ ദൈവം കരകയറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെയും കരകയറ്റും. ഞങ്ങൾ ആരും ഒരിക്കലും ഒരു സ്കാമിൽ ഞങ്ങൾ ആരും ചെയ്യത്തില്ല. ഇൻ കേസ് ആക്സിഡന്റലി ഞങ്ങൾ സ്കാമിൽ ചെന്ന് പെട്ടാൽ തന്നെ ഞങ്ങൾ ആരെയും ഇതിൻ്റെ അകത്തോട്ട് പിന്നെയും കൊണ്ടുവരത്തില്ല. നമുക്കോ ഇങ്ങനെ പറ്റി, ഇനി മറ്റുള്ളവരെ കൂടെ നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ നോക്കും. പക്ഷെ ഇത് അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ലൈവിൽ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ദിസ് ഈസ് എ റിയൽ ബിസിനസ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യണം. അത് എല്ലാ ബിസിനസ്സിനും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുപോലെ ഇതിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബട്ട് കമ്പയർഡ് ടു ട്രഡീഷണൽ ബിസിനസ് ഇതിനൊക്കെ ഒരു 1/3 നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. മണി ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ എഫർട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതാണ് ഇന്ന് ഞാൻ ഇത്രയും ആയിരിക്കുന്നത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോച്ചബിൾ ആയിരുന്നു. എനിക്കിത് പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചു. ഇതിനകത്ത് ഒരു കാര്യം പോലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇതിനകത്തില്ല. ഇപ്പം 60+ years ആയി ഞാൻ എൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് ഈ ഒരു ബിസിനസ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. സോ ഐ എൻകറേജ് യു ടു ഹാവ് എ ലുക്ക്. ഇത് വന്ന് ഇതിൻ്റെ അകത്തൊന്ന് കയറി ഒന്ന് കണ്ടതിന് ശേഷം then you decide whether you want to do it or not. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ എല്ലാരെയും അകത്ത് കാണാനായിട്ടാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇത് റിയൽ ബിസിനസ് ആണ്. ഇതൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ഫാമിലിക്ക് നല്ലൊരു ബ്ലെസ്സിങ്, നല്ലൊരു അസറ്റ് ആണിത്. ഇത് നമ്മുടെ പിള്ളേരുടെ പേര് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സർട്ടൻ ലെവൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഗെറ്റ് $5,000 ആസ് എ പെൻഷൻ. ഏതൊരു ഓൺലൈൻ ബിസിനസ് ആണ് നമുക്ക് പെൻഷൻ തരും. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നത് ഞങ്ങളുടെ നോർമൽ സാലറി എന്ന് അവർ ഡിഡക്റ്റ് ചെയ്യും, എന്നിട്ടാണ് പെൻഷൻ തരുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല. ദേ ആർ ഗിവിങ് അസ്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചി എക്സ്പ്ലെയിൻഡ് വെരി വെൽ. ചേച്ചി പറഞ്ഞ മാതിരി ഒരു പവർഫുൾ പോയിന്റ് ആണ്. ഞങ്ങൾ സക്സസ് ആയ മാതിരി മറ്റുള്ളവർക്കും ആ സക്സസ് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, നമ്മുടെ അതേ രീതിയിൽ കൊണ്ടുവരിക, സഹായിക്കുക. അതോടൊപ്പം നമ്മൾ ഒരുമിച്ച് ഗ്രോ ചെയ്യുക എന്നൊരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ബിസിനസ്സിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. എനിവേ ചേച്ചി നമ്മൾ നമ്മുടെ ബിസിനസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നോൺ സ്റ്റോപ്പ് പറയാനുണ്ടാവും. അത്രയും പവർഫുൾ ആയിട്ട് നല്ലൊരു
ബിസിനസ്സാണ് നമുക്കുള്ളത്. ഞങ്ങൾ ചേച്ചിയോട് ഞാനൊരു 20 മിനിറ്റ്സ് എന്നാ പറഞ്ഞത്. ഇത് 20, it's a double the time we already talking about our business. Anyway, I know Chechi, you have time, so that's why I thought that it's okay to continue like that. Anyway, Chechi, we're gonna raise our mug one more time and sip, and we're gonna sip for our success. Yes. We are empowered, courageous, growing, Yes. and creating a life we love. There you go. Thank you. Thank you. Thank you so much. Yeah. സോ അപ്പൊ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓഡിയൻസിനോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, യു ഗൈസ് ഹിയർ ജാൻസി ചേച്ചീസ് പവർഫുൾ സ്റ്റോറി. So she talked from her heart, and then she's talking to you. So നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ബിസിനസിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം, ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം. സോ നമുക്ക് നിങ്ങൾക്ക് ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. So let me tell you, start small, dream big, and share the good vibes. So thank you so much, everyone. Bye-bye. Bye-bye, Chechi. Thank you. Thank you, Anis, and thank you everyone who were listening us today or later. Thank you, and have a lovely, I think it is good night there, isn't it? Yes, yeah, it is night, Chechi. So yeah, if anybody is watching us live or replay, just comment us where you're watching me from, because Chechi is from Australia and I'm from Canada. So ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ DM ചെയ്യാം ബിസിനസിനെ പറ്റി അറിയാനായിട്ട്. Okay, bye bye everyone. Bye bye. Thank you.